ഹരേ കൃഷ്ണ. അതിമനോഹരമായ പമ്പാ തീരത്ത് നിൽക്കുമ്പോൾ ഭഗവാന് ദേവിയുടെ ഓർമ്മകൾ വരികയാണ്. ഭഗവാൻ ഒരുപാട് വിഷമിച്ചു. വളരെ ദൂരത്തു നിന്നും സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. സുഗ്രീവന്റെ മനസ്സ് ഭയത്താൽ കലുഷിതമായി. തീർച്ചയായും ഇവരെ ബാലി അയച്ചതായിരിക്കും. സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരുമായി സംസാരിച്ചു. നീണ്ട കൈകളും വിടർന്ന കണ്ണുകളുമുള്ള ധനുർധാരികളായ ഈ രണ്ടുപേരെ എങ്ങനെയാണ് ഭയക്കാതിരിക്കാൻ കഴിയുന്നത്? അതിനാൽ ഹനുമാനെ, ഉടൻ തന്നെ അങ്ങ് അവരുടെ അടുത്തെത്തി ആരാണെന്ന് മനസ്സിലാക്കി അവരുടെ ഉദ്ദേശം അന്വേഷിച്ചറിയൂ. ഇത് കേട്ട് ഹനുമാൻ സ്വാമി രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് പോയി. വാനര രൂപം മാറ്റി ഒരു ഭിക്ഷുവിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരോട് ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് അതിശക്തരായ ക്ഷത്രിയരാണെന്നും കാഴ്ചയിൽ രാജർഷിമാരായിട്ടും തോന്നിക്കുന്നല്ലോ. നിങ്ങളെ കണ്ട് മൃഗങ്ങളൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. ധീരരാണെന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ സ്തുതിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എൻ്റെ സ്വാമിയായ സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ബാലിയാൽ രാജ്യത്തു നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ആ സുഗ്രീവനാൽ നിയോഗിക്കപ്പെട്ട ഞാൻ ഹനുമാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. അങ്ങ് ആരാണെന്ന് ചോദിച്ചറിയുന്നതിനായി വന്നിരിക്കുകയാണ്. ഹനുമാന്റെ അതിമധുരമായ വാക്കുകൾ ഭഗവാനെ വല്ലാതെ ആകർഷിച്ചു. ഭഗവാൻ ലക്ഷ്മണസ്വാമിയോട് പറഞ്ഞു, ലക്ഷ്മണ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര മധുരമാണ്. സംസാരത്തിൽ നിന്നും തന്നെ മഹാപണ്ഡിതനാണെന്നും എല്ലാ വേദശാസ്ത്രങ്ങളിലും നിപുണനാണെന്നും വ്യക്തമാകുന്നു. സംസാരത്തിൽ അഗ്രഗണ്യൻ. ഇങ്ങനെയൊരു മന്ത്രി ഉണ്ടെങ്കിൽ രാജാവിന് പിന്നെ എന്താണ് വേണ്ടത്? ഭക്തരും അതുപോലെ ആയിരിക്കണം. ഭഗവാന് വേണ്ടി നമ്മുടെ എല്ലാ കഴിവുകളെയും ഉപയോഗിക്കുക. പുതിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക. ഭഗവാന് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിക്കുക. സംസാരം കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുക. ഭഗവാൻ ഹനുമാൻ സ്വാമിയോട് മറുപടി പറഞ്ഞു, സുഗ്രീവനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നു. അദ്ദേഹത്തെ അന്വേഷിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കേട്ട് ഹനുമാൻ സ്വാമി രാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ്റെ മുൻപിൽ എത്തിച്ചു. ലക്ഷ്മണസ്വാമി ഭഗവാൻ വനവാസത്തിന് വരാൻ ഇടയായ കാര്യങ്ങളും സീതാദേവിയെ രാവണൻ അപഹരിച്ച കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ സുഗ്രീവസ്വാമി പറഞ്ഞു, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ദേവി കരഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ താഴെ ഇട്ടിരുന്നു. സുഗ്രീവൻ ദേവിയുടെ ആഭരണങ്ങൾ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് ദേവിയുടെ ആഭരണങ്ങളാണോ എന്ന് നോക്കൂ. ദേവിയുടെ കാര്യം കേട്ട് വിരഹത്താൽ രാമൻ കരയുകയായിരുന്നു. കണ്ണുനീര് കാരണം ഭഗവാൻ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭഗവാൻ ലക്ഷ്മണസ്വാമിയോട് ചോദിച്ചു, ലക്ഷ്മണ, ഇത് നോക്കൂ, ദേവിയുടെ ആഭരണങ്ങൾ തന്നെയല്ലേ? ലക്ഷ്മണസ്വാമി അതിൽ നിന്നും ദേവിയുടെ പാദസരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ പാദസരം ദേവിയുടേതാണ്. മറ്റുള്ളവയുടെ കാര്യം എനിക്ക് അറിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വാനരന്മാർ ചോദിച്ചപ്പോൾ ലക്ഷ്മണസ്വാമി പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ ദേവിയുടെ തൃപാദങ്ങളിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പാദസരങ്ങൾ കണ്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. അതല്ലാതെ ദേവിയുടെ നേരെ പോലും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. സ്ത്രീകളെ ബഹുമാനിക്കാത്ത, എങ്ങനെ പെരുമാറണമെന്നറിയാത്ത ഈ കാലത്ത് ഒരു സഹോദര പത്നിയെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് ലക്ഷ്മണസ്വാമിയുടെ ഈ വാക്യത്തിലൂടെ വ്യക്തമാവുകയാണ്. ലക്ഷ്മണസ്വാമി സാക്ഷാൽ ആദി ഗുരുവാണ്. ഭഗവാന്റെ തന്നെ വിസ്തരണമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും കാമം ഉണ്ടാകുകയില്ല. എന്നിട്ടും ലക്ഷ്മണസ്വാമി പോലും ഇത്രയും മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ എത്രത്തോളം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം. ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നു. അർഹിക്കുന്ന ആദരവും ബഹുമാനവും നൽകാത്ത ഇടത്താണ് അനാവശ്യ ചിന്തകൾ ഉടലെടുക്കുന്നത്. ഭഗവാൻ രാമനും സുഗ്രീവസ്വാമിയും തമ്മിൽ സൗഹൃദത്തിലാകുകയും ദേവിയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് സുഗ്രീവൻ സമ്മതിക്കുകയും ചെയ്തു. സുഗ്രീവൻ ഒരുപാട് സന്തോഷിച്ചു. രഘുകുലത്തിലെ രാമനാണ് എൻ്റെ സുഹൃത്ത്. ഇതിൽ പരം എന്താണ് എനിക്ക് വേണ്ടത് എന്നിങ്ങനെ പല വാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സാലവൃക്ഷത്തിൻ്റെ ഒരു കൊമ്പൊടിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് ഭഗവാനും മറുഭാഗത്ത് സുഗ്രീവനും ഇരുന്നു. ഇത് കണ്ട് ഹനുമാൻ സ്വാമി ഒരു മരത്തിൻ്റെ കൊമ്പൊടിച്ച് ലക്ഷ്മണസ്വാമിയെയും അവിടെ ഇരുത്തി. അതിനുശേഷം സുഗ്രീവൻ്റെ വിഷമങ്ങൾ ഭഗവാനോട് പറഞ്ഞു. എൻ്റെ സഹോദരൻ എന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. എൻ്റെ ഭാര്യയെ തട്ടിയെടുത്തു. ഓരോ നിമിഷവും അവനെ ഭയപ്പെട്ടാണ് ഞാൻ കഴിയുന്നത്. അതിനാൽ എനിക്ക് ഋഷ്യമുഖ പർവ്വതത്തിൽ തന്നെ കഴിയേണ്ടി വരുന്നു. എനിക്ക് ആരും ആശ്രയമില്ല. അങ്ങ് എന്നെ സംരക്ഷിക്കണം. ഭഗവാൻ സുഗ്രീവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അസ്ത്രങ്ങൾ കൊണ്ട് അവനെ നിഷ്പ്രയാസം വധിക്കാൻ പോവുകയാണ്.
പക്ഷേ എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ കാരണമറിയാൻ താല്പര്യമുണ്ട്. പിന്നെ ബാലിയുടെ ശക്തിയെക്കുറിച്ചും പറഞ്ഞു തരണം. സുഗ്രീവൻ പറഞ്ഞു തുടങ്ങി. ബാലി എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനാണ്. പിതാവിൻ്റെ മരണശേഷം ബാലിയെ രാജാവാക്കി. അദ്ദേഹം കിഷ്കിന്ധ ഭരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസനെ പോലെ കഴിഞ്ഞു. ഒരിക്കൽ മയൻ്റെ മകനും ദുന്ദുബിയുടെ സഹോദരനുമായ മായാവി എന്ന ദാനവൻ ബാലിയെ വെല്ലുവിളിച്ചു. ബാലി യുദ്ധത്തിനായി പോയി. ഒരു ഗുഹയിലായിരുന്നു മായാവിയുമായുള്ള യുദ്ധം. ബാലി ഗുഹയ്ക്കുള്ളിൽ ദാനവനെ നേരിടാനായി പ്രവേശിക്കുന്ന നേരം എന്നോട് കാവൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഗുഹയിൽ നിന്നും ശബ്ദം കേട്ടാൽ ഞാൻ ഇനി തിരിച്ചു വരില്ല, രാക്ഷസൻ ഗുഹയ്ക്ക് പുറത്ത് വരാതെ ഗുഹയുടെ കവാടം അടിച്ച് രക്ഷപ്പെടണം എന്നും ബാലി പറഞ്ഞു. ഞാൻ അവിടെ 1 വർഷം ബാലിയെ കാത്തുനിന്നു. ബാലി വന്നില്ല. ഒരു ദിവസം വലിയൊരു അലർച്ച കേട്ടു. രക്തം ഒഴുകി വരുന്നതും കണ്ടു. അത് കണ്ടപ്പോൾ ബാലി മരിച്ചെന്ന് കരുതി ഗുഹാ കവാടം അടച്ചു. തിരിച്ചു വരികയും രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ബാലി മടങ്ങിയെത്തിയപ്പോൾ ഞാൻ ക്ഷമ പറഞ്ഞ് രാജ്യം തിരിച്ചു കൊടുത്തു. പക്ഷെ ബാലി ഒന്നും കേട്ടില്ല. ബാലി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ പ്രവേശിച്ച ഗുഹ വളരെ വലുതായിരുന്നു. മായാവി ദാനവൻ അകത്തേക്ക് ഓടി. അപ്പോൾ സുഗ്രീവനോട് കാവൽ നിൽക്കുവാൻ പറഞ്ഞിട്ട് അവൻ്റെ പുറകെ ഓടി 1 വർഷത്തിനു ശേഷം അവനെ കണ്ടെത്തുകയും അവൻ്റെ ബന്ധുക്കളെയും വധിച്ചു. രക്തം ഒരുപാട് ഒഴുകാൻ തുടങ്ങി. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഗുഹയുടെ കവാടം അടച്ചിരിക്കുന്നു. ഒടുവിൽ ഞാൻ എൻ്റെ കാലുപയോഗിച്ച് ശക്തമായി അതിനെ തകർത്തു. ഇവിടെ എത്തിയപ്പോൾ ഇവൻ സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തിന് വേണ്ടിയാണ് സുഗ്രീവൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കി. എൻ്റെ ഭാര്യയും തട്ടിയെടുത്തു. അന്നു മുതൽ ഞാൻ ഋഷിമുഖ പർവ്വതത്തിലാണ്. കാരണം ഒരു ശാപം ലഭിച്ചിരിക്കുന്നതിനാൽ ബാലിക്ക് ഇവിടെ പ്രവേശിക്കാനാകില്ല. ബാലി വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ സ്വന്തം സഹോദരനെ നാട് കടത്തുകയും മകളുടെ സ്ഥാനത്തിൽ കാണേണ്ട സഹോദര പത്നിയെ തട്ടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ലക്ഷ്മണസ്വാമി ആകട്ടെ സഹോദര പത്നിയായ സീതാദേവിയെ സ്വന്തം അമ്മയ്ക്ക് തുല്യമായി കണ്ടുകൊണ്ട് ബഹുമാനിക്കുന്നു. സഹോദര പത്നിയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ലക്ഷ്മണസ്വാമിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ.